ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾ എന്നെ വിളിച്ചു, അച്ഛാ ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞു, ഇതുവരെ പുതിയൊരു വീഡിയോ വന്നില്ലല്ലോ. അവരങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, ഉടനെ അടുത്ത വീഡിയോ ചെയ്യണം. കാരണം അവരുടെ ആ ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയും വേഗം ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മിക്കവാറും ഇവരെന്നെ തല്ലാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, അതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ പേര് ഒത്തിരിയേറെ ആശംസകളുമായിട്ട് എത്തി. എല്ലാവർക്കും ഒരുപോലെ റിപ്ലൈ കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല, ക്ഷമിക്കുക. ഒത്തിരിയേറെ തിരക്കുകളുടെ ഇടയിലാണ് ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ ഒരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ ചെറുപ്പകാലത്ത് നടന്നിട്ടുണ്ടാകും അല്ലേ. വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് എത്രമാത്രം വലിയ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലല്ല കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ഒരുപക്ഷെ ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മളെ പരിപാലിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമായിട്ടത് മാറുന്നുണ്ട്. എൻ്റെ ചേട്ടൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത്, ചേട്ടന് 8 വയസ്സാണ്, ആ സമയത്ത് എനിക്ക് 6 വയസ്സാണ് പ്രായമുള്ളത്. അതുപോലെ ഞങ്ങളെല്ലാവരും കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്കൊക്കെ പോയി. ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾ, ഒത്തിരിയേറെ കളികളും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദേഹം മുഴുവൻ അഴുക്ക് പുരണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ തൊട്ടടുത്ത് മൂവാറ്റുപുഴ ആറാണ് ഒഴുകുന്നത്, അവിടെ പോയി കാല് കഴുകിയിട്ടാണ് തിരികെ വീട്ടിൽ പോകാറുള്ളത്. കാരണം വീട്ടിൽ ചെന്ന ഈ അഴുക്കൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മമ്മി നമ്മളെ അവിടെ വെറുതെ നിർത്തില്ല. അപ്പോൾ അങ്ങനെ കാല് കഴുകാൻ പോയ സമയത്ത് ഓർക്കുക, മഴവെള്ളം വരുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾ കുഞ്ഞു പിള്ളേർ 4-5 പേരുണ്ട്. അവിടെ ചേട്ടൻ കാല് കഴുകുന്ന അവസരത്തിൽ വെള്ളത്തിലേക്ക് വഴുതി വീണു. ചേട്ടന് നീന്തൽ അറിയില്ലായിരുന്നു. ആ ചേട്ടൻ അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ തന്നെ ജെയിനി എന്ന് പറഞ്ഞൊരു ചേച്ചി ഓടി വന്നു. ഞങ്ങളുടെയൊക്കെ കരച്ചിൽ കേട്ടോണ്ടാട്ടോ ആ ചേച്ചി ഓടി വന്നത്. ചേച്ചി ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. ചേട്ടൻ്റെ അടുത്തെത്താറായപ്പോഴാണ് ജെയിനി ചേച്ചിയുടെ മോൻ ഞാൻ പുണ്യാളിനെ രക്ഷിക്കാമെന്നും പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തിയാണെന്ന്. ഇവിടെ പുണ്യാളിനെ വിളിക്കാമെന്ന് പറഞ്ഞത് ഒരു രസകരമായ കാര്യമാണ്. കാരണം മമ്മിയുടെ വീട്ടുകാരുടെ അടുത്തും ആ പ്രദേശത്തും ഞങ്ങൾ അറിയപ്പെടുന്നത് പുണ്യാളന്മാരെന്നാണ്. കാരണം ചേട്ടൻ്റെ പേര് ഗീവർഗീസ്, എൻ്റെ പേര് സക്രിയാസ്, അനിയൻ്റെ പേര് കുര്യാക്കോസ്. അതുകൊണ്ട് 3 പുണ്യാളന്മാർ എന്നാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. വലിയ പുണ്യാളൻ, കൊച്ചു പുണ്യാളൻ, കുഞ്ഞു പുണ്യാളൻ. അതിൽ വലിയ പുണ്യാളനാണ് വെള്ളത്തിൽ വീണത്. അപ്പോൾ വലിയ പുണ്യാളനെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേട്ടൻ്റെ അടുത്തെത്തിയതായിരുന്നു. പക്ഷേ ഉടനെ തന്നെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ജെയിനി ചേച്ചി തിരികെ നീന്തി കുഞ്ഞിനെ എടുത്ത് കരയിൽ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചേട്ടനെ കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നോ ആരോ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ഉടനെ ഓടി ഒരു 50-60 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ചേട്ടൻ വെള്ളത്തിൽ പോയി എന്ന് ഒന്ന് കരഞ്ഞു. ഉടനെ എന്നെ ഒന്നും പറയാതെ അവിടെ ഇരുന്ന സന്തോഷ് ചേട്ടൻ ഓടി എൻ്റെ കൂടെ കടവിലേക്ക് വന്നു. ആ ഓട്ടത്തിനിടയിൽ തന്നെ സന്തോഷ് ചേട്ടൻ ഡ്രസ്സ് മാറി നേരെ വന്നു വെള്ളത്തിൽ ചാടി. നീന്തി നോക്കിയിട്ടും ചേട്ടനെ കാണുന്നില്ല. കാരണം അതുപോലെ കലങ്ങി മറിഞ്ഞാണ് പുഴ ഒഴുകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടെ തിരികെ നീന്താൻ തുടങ്ങുമ്പോഴാണ് അകലെ നിന്നും ഒരു 2 വിരൽ പൊങ്ങി വരുന്നത് കണ്ടേ. ഒരുപക്ഷേ ദൈവത്തിൻ്റെ പരിപാലന ആ നിമിഷം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഇന്നും ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് ആ 2 വിരൽ കണ്ടില്ലെങ്കിൽ തീർച്ചയായും സന്തോഷേട്ടൻ തിരികെ നീന്തി കരയ്ക്ക് വന്നേനെ. ആ ഒരു 2 വിരൽ പൊങ്ങി വന്നപ്പോൾ തിരികെ നീന്തുകയും പിന്നീട് ആ ഒഴുക്ക് കാരണം ഞങ്ങൾ നിന്ന കടവിലേക്ക് കയറാൻ സാധിക്കാതെ 2-3 കടവ് അപ്പുറത്താണ് അവർ പോയി കയറുന്നത്. പ്രിയമുള്ളവരെ, ചേട്ടനെ കിട്ടുമ്പോൾ ചേട്ടന് ബോധമില്ലായിരുന്നു. വയറെല്ലാം വീർത്ത്, വെള്ളം കുടിച്ച് വയറെല്ലാം വീർത്ത് ഇപ്പോൾ ജീവൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എന്ന രീതിയിലാണ് കാണപ്പെട്ടത്. ഒത്തിരിയേറെ ആളുകൾ ചുറ്റും കൂടി അവരെല്ലാവരും ചേട്ടൻ്റെ വയറിൽ അമർത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലറിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മമ്മി ഓടി വരുന്നത്. കാരണം മോൻ വെള്ളത്തിൽ പോയി എന്ന വാർത്ത എങ്ങനെയോ മമ്മി അറിഞ്ഞു. ആ ഇറങ്ങി പോരുന്ന വേളയിൽ പോലും മമ്മിയുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇന്ന് ഓർക്കുമ്പോഴാണ് മമ്മിയുടെ ആ ഒരു വിശ്വാസം ഞാൻ തിരിച്ചറിയുക. കാരണം മമ്മിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി അത് ഗീവർഗീസ് സഹദായിയുടെ വെഞ്ചരിച്ച ഒരു എണ്ണയായിരുന്നു. ഇവിടെ എല്ലാവരും വന്ന് ചവിട്ടി തിരുമ്മി
വെള്ളം കളയാൻ നോക്കി ചരിച്ച് കിടത്തുന്നു, അങ്ങനെ ഒരാൾ കയറി വയറ്റി ചവിട്ടി നിൽക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ പരിശ്രമത്തിലാണ് വെള്ളം കുറേ പോയത്. എന്നിട്ടും വയറ് വീർത്തിരിക്കുകയാണ്. അവിടെ എൻ്റെ മമ്മി വിശ്വാസത്തോടെ ആ ഒരു എണ്ണ എൻ്റെ ചേട്ടൻ്റെ വയറിൽ തിരുമ്പുകയും പിന്നീട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വയറെല്ലാം ഒട്ടി ആൾ നേരെയാവുകയും ചെയ്തു. അന്ന് ആ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് ഇത്രമാത്രം ഒന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പഴയകാല സംഭവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ദൈവം ഇടപെടുന്നതാണ് നമ്മൾ കാണുക. ആ ഒരു ചെറുപ്രായത്തിൽ എനിക്ക് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ എത്രയും വേഗം പോയി ആരെങ്കിലും സഹായത്തിന് വിളിക്കണമെന്ന് തോന്നിപ്പിച്ചത് തീർച്ചയായും പരിശുദ്ധാത്മാവ് തന്നെയല്ലേ? അല്ലേ? ദൈവം നമ്മോട് പലപ്പോഴും പറയുന്നത് സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും എൻ്റെ പാഠങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. പല നിമിഷങ്ങളിൽ നമ്മളത് തിരിച്ചറിയുന്നില്ല. ആ നിമിഷം കുഞ്ഞെ നീ പോയി ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഞാൻ ഇന്ന് അത് ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സന്തോഷ് ചേട്ടനും ജെയിനി ചേച്ചിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ചേട്ടൻ ജീവനോടെയുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. വളരെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നമ്മൾ അനുഭവിച്ച നിമിഷങ്ങളുമായിരിക്കും അത്. പക്ഷേ അത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അതുപോലെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഇതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെട്ട സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അതുപോലെ ദൈവം നമ്മളെ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരിയേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം. ഒന്ന് ഓർത്തു നോക്കുക, എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഇതുപോലെയുള്ള ഒരു സംഭവം? അത് നിങ്ങൾക്കും പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടാവും. അതിനാൽ എൻ്റെ ചാനലിൽ നിങ്ങളും ഒരു കമൻ്റായിട്ടിടുക, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ. അത് മറ്റുള്ളവരും അറിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നത്. മറ്റുള്ളവരിലേക്കും ആ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ തീർച്ചയായും അവരും ചിന്തിക്കാൻ ഇടയാകും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ഇടപെട്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെട്ട ഒത്തിരിയേറെ സംഭവങ്ങൾ, നിങ്ങൾ പോലും ചിന്തിക്കാതെ, നിങ്ങൾ പോലും അറിയാത്ത വ്യക്തികളിലൂടെ ദൈവം സംരക്ഷിച്ച നിമിഷങ്ങൾ, അതെല്ലാം ഓർത്തു നോക്കി ദൈവത്തിന് നന്ദി പറയുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നതാണ്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.